സാധാരണ രീതിയിൽ ഒരു ഇലക്ഷന് സാധാരണ സ്ഥാനാർത്ഥികൾ ആത്മസംയമനം പാലിക്കേണ്ടതാണ്. പക്ഷെ അത് ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ടീച്ചറാണ് അനാവശ്യമായിട്ടുള്ള പല വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചത്. പിന്നെ സ്വാഭാവികമായിട്ടും UDF സ്ഥാനാർത്ഥിക്ക് മറുപടി പറയേണ്ടി വന്നു. അദ്ദേഹത്തിനൊരു എന്താ പറയേണ്ടത്, ഒരു സമുദായത്തിൻ്റെ ആളായി ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരുമല്ലോ. പക്ഷേ ഈ വിവാദം തുടങ്ങി വെച്ചത് ടീച്ചറാണ്. അതിൽ ആ ഒരു തെറ്റിൽ നിന്ന് CPM-ന് എത്രയാണെങ്കിലും രക്ഷപ്പെടാൻ കഴിയില്ല. വടകരയിൽ അങ്ങനെ ഒരു വലിയ ധ്രുവീകരണം ഉണ്ടായോ ഇലക്ഷന് ശേഷം? ഞാൻ പറയട്ടെ, വടകരയിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ധ്രുവീകരണം അല്ലല്ലോ. UDF-ന് അനുകൂലമായി മൈനോറിറ്റി കഴിഞ്ഞ ഇലക്ഷനിൽ ഒരുമിച്ച് നിന്നില്ലേ. മൈനോറിറ്റിയും മെജോറിറ്റിയുടെ വോട്ടും കിട്ടിയിരുന്നു. ഇത്തവണ അതുണ്ടാവും. അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. മൈനോറിറ്റി കൺസോൾട്ടേഷനും ഉണ്ടായിട്ടുണ്ട്, മെജോറിറ്റിയുടെ വോട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് 50,000-ൽ മുകളിൽ വോട്ടിനോടെ ജയിക്കും ഞങ്ങൾ പറയാൻ കാരണം കഴിഞ്ഞ തവണത്തെ അതേ അന്തരീക്ഷത്തോണിയുണ്ട്. അല്ലാതെ ഒരു സമുദായവും മാറി നിന്നിട്ടില്ല. ഫോർവേഡ് കമ്മ്യൂണിറ്റിയും ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയുടെ ഒക്കെ സഹായം കിട്ടിയിട്ടുണ്ട് വടകരയിൽ. അപ്പോൾ ഞങ്ങളുടെ അസസ്മെൻ്റ് അതാണ്. ഇപ്പോൾ അവരും LDF-നും സമ്മതിച്ചല്ലോ. ഏതാണ്ട് ജയിക്കുന്ന ഒഴുക്കം മട്ടിൽ പറയുന്നല്ലാതെ ചിലപ്പോൾ ജയിച്ചേക്കാം എന്ന് വരെ പറയുന്ന അന്തരീക്ഷത്തിലെത്തിയല്ലോ. കഴിഞ്ഞ തവണ അവർ അതും പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ല ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിക്കും. ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ വടകരയിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു കൺസൾട്ടേഷൻ ലക്ഷ്യം വെച്ചാൽ? ഒരിക്കലും ആ രീതിയിലല്ല. ഞാൻ മാറുന്ന സമയത്ത് നല്ലൊരു ചെറുപ്പക്കാരനെ ഇട്ട് ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിനെ നയിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹമാണ് കുറേ കൂടെ ഷാഫിയാണ് നല്ലൊരു കാൻഡിഡേറ്റ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാഫിയെ തിരഞ്ഞെടുത്തത്. അല്ലാതെ ഇവിടെ ജാതി മതവും നോക്കിയിട്ടൊന്നുമല്ല. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മൈനോറിറ്റി വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ നിർബന്ധമുണ്ടായിരുന്നു.